ഹലോ, എല്ലാവർക്കും ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നിവിടെ കുമ്പളങ്ങയും പരിപ്പും കൊണ്ടൊരു കറി വെച്ച് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ വെക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് പരിപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്കായിട്ട് ഞാൻ കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വലിപ്പത്തിലാണ് ഞാൻ കുമ്പളങ്ങ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ പരിപ്പും കുമ്പളങ്ങയും നമുക്ക് നല്ലോണം 2-3 പ്രാവശ്യം കഴുകി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണിത് വെക്കുന്നത്. കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി അധികം വെക്കണവർക്ക് കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച ശേഷം ഒരു 4 വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം കേട്ടോ. പരിപ്പൊക്കെ അപ്പോഴേക്ക് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടും. അപ്പോൾ 4 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ പരിപ്പൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. കുമ്പളങ്ങയ്ക്ക് വേറെ നമുക്ക് വേണമെങ്കിൽ വെള്ളരിക്ക ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് എരിവ് നിൽക്കുന്ന കറിയൊന്നും അല്ലത്. 1 സ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയൊന്നും അധികം ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ എരിവ് ഒരുപാട് മുന്തി നിൽക്കുന്ന കറിയൊന്നും അല്ല കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരണ വരെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കഷ്ണമൊക്കെ നന്നായി വെന്തോളും. അപ്പോൾ 3 വിസിൽ വന്ന ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നോക്കാം, കണ്ടോ, കുമ്പളങ്ങയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. 1 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ കറി ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവി അധികം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കടുകൊന്ന് താളിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിത് തിളച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറിയൊക്കെ നന്നായി തിളച്ച് ഞാനൊന്ന് ഓഫ് ചെയ്യുന്നുണ്ടേ. ഇനി നമുക്ക് ആ കടുക് പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. തേങ്ങ അരയ്ക്കുന്നൊരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. താങ്ക്